സായിറാം കൂട്ടുകാരെ, നിങ്ങൾക്ക് സ്കൂളിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ടോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു സത്യസന്ധനായ സുഹൃത്ത് എങ്ങനെയായിരിക്കണം? നമ്മുടെ കുഞ്ഞു സത്യനും ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഇന്ന് കുഞ്ഞു സത്യൻ അവൻ്റെ സുഹൃത്തുക്കളോട് എങ്ങനെ പെരുമാറി എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സത്യന് കളിക്കൂട്ടുകാർ എത്രയാണെന്നോ? അന്ന് വൃന്ദാവനത്തിൽ ഉണ്ണിക്കണ്ണൻ്റെ കൂടെ ഓടി നടന്ന് കളിച്ച കൂട്ടുകാർ ഇതാ പിന്നെയും വന്നിരിക്കുന്നു. വേറെ വേറെ പേരിലാണെന്ന് മാത്രം. കേശണ്ണ, രംഗണ്ണ, സുബ്ബണ്ണ, രാമണ്ണ, കുപ്പുസ്വാമി എന്നിങ്ങനെ പോകുന്നു ആ കളിക്കൂട്ടുകാരുടെ നിര. 50 പേരുണ്ടായിരുന്നു കൂട്ടുകാരായി. കേശണ്ണയ്ക്ക് 7 വയസ്സ്. കളിക്കിടയിൽ അവൻ സത്യനോട് പറയും, രാജു, നീ വളരെ ക്ഷീണിച്ചിരിക്കുന്നു, കുറച്ചു നേരം എൻ്റെ മടിയിൽ കിടന്നോളൂ. സത്യൻ അതനുസരിച്ചു. കുറെ നേരം കഴിഞ്ഞ് സത്യൻ എഴുന്നേറ്റു. കേശണ്ണ പറഞ്ഞു, രാജു, നീ എൻ്റെ മടിയിൽ തല വെച്ചു കിടന്നതോടെ എൻ്റെ കാലിലെ വേദന മുഴുവൻ പോയി. മാത്രമല്ല, ഇപ്പോഴെനിക്ക് നല്ല സുഖം തോന്നുന്നു. അതു കേട്ടതോടെ മറ്റു കുട്ടികളും തിക്കും തിരക്കും കൂട്ടി. എൻ്റെ മടിയിൽ കിടക്കൂ, എൻ്റെ മടിയിൽ കിടക്കൂ. സത്യൻ സമ്മതം പറഞ്ഞു. എല്ലാവരെയും വരി വരിയായി നിർത്തി. 50 പേർ 50 പേരുടെ മടിയിലും ശിരസ്സു വെച്ച് ആനന്ദമൂർത്തി ശയിച്ചു. അനന്തമായ ആനന്ദത്തിൻ്റെ അമൃതാനുഭവം 50 പേർക്കും അവിടുന്ന് കൃപയാലെ സമ്മാനിച്ചു. ഇതുതന്നെയല്ലേ മറ്റൊരു വിധത്തിൽ അമ്പാടിയിലെ ഉണ്ണിക്കണ്ണൻ കാട്ടിലെ ആഹാര ഇടവേളയിൽ കൂട്ടുകാരായ ഗോപന്മാർക്കും സമ്മാനിച്ചത്. ഇനി ഈശ്വരനുമായി കൂട്ടുകൂടിയാൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന് നോക്കാം. തങ്ങളുടെ മക്കൾ കൊച്ചു സത്യനോട് കൂട്ടുകൂടുന്നത് മാതാപിതാക്കൾക്കെല്ലാം വലിയ ഇഷ്ടമായിരുന്നു. ഇന്ന് നിങ്ങളെ ഓരോ ബാലവികാസ് കുട്ടികളെയും അച്ഛനമ്മമാർ എത്ര ആവേശത്തിലാണ് ബാലവികാസ് ക്ലാസ്സുകളിലേക്ക് അയക്കുന്നത് അല്ലേ? ഇന്നും എല്ലാ മാതാപിതാക്കൾക്കും തൻ്റെ മക്കൾ ഭഗവാനുമായി കൂട്ടുകൂടുന്നത് വളരെ ഇഷ്ടം തന്നെ. സത്യന്റെ കൂട്ടുകൂടിയതോടെ പിള്ളേരുടെ പേടി പോയി. ആത്മധൈര്യം വളർന്നു. അവർ നന്നായി പഠിക്കാൻ തുടങ്ങി. ഗ്രാമീണർ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, പള്ളിക്കൂടത്തിൽ പിള്ളേരെ വിടണമെന്നില്ല, സത്യന്റെ അടുത്തു വിട്ടാൽ മതി. അങ്ങനെ സത്യന്റെ വീട് പലപ്പോഴും ട്യൂഷൻ സെന്ററായി. സത്യന് ട്യൂഷൻ മാസ്റ്റർ എന്ന പേരും കിട്ടി. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് സത്യൻ തന്നെ തയ്യാറാക്കിയ റാഗിക്കഞ്ഞി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. അക്ഷരമാലയ്ക്കൊപ്പം സത്യൻ ഉപദേശിക്കും, കള്ളം പറയരുത്, ചീത്ത കൂട്ടുകൂടരുത്, ചീത്ത വാക്കു പറയരുത്, ആരെയും വിമർശിക്കരുത്, മുതിർന്നവരെ അനുസരിക്കണം, ആദരിക്കണം. സത്യസ്വരൂപനിൽ നിന്ന് മന്ത്രദീക്ഷ കിട്ടിയതുപോലെ ആയിരുന്നു ആ അമൃതവചനങ്ങൾ കേട്ടിരുന്നവർക്ക്. അതെല്ലാം അവരിൽ ഫലിക്കുകയും ചെയ്തു. നോക്കൂ കൂട്ടുകാരെ, നമ്മുടെ ഭഗവാൻ നമുക്ക് സമ്മാനിച്ച ഇന്നത്തെ ബാലവികാസ് എന്ന ദിവ്യ പ്രസ്ഥാനത്തിൻ്റെ തിരികൊളുത്തിയത് എങ്ങനെയെന്ന് വളരെ വ്യക്തമായില്ലേ? ശരി, ബാലവികാസിൻ്റെ ദിവ്യമായ തുടക്കം നമ്മൾ കേട്ടല്ലോ. അടുത്തതായി നമുക്കെല്ലാവർക്കും ഏറെ പ്രിയമായ ഒന്നിൻ്റെ ദിവ്യാരംഭം കുറിച്ചത് എങ്ങനെയെന്ന് നോക്കാം. രാഗപ്രിയനും അതിലുപരി ഭാവപ്രിയനുമായ ജഗത് പ്രഭു തുടങ്ങിവച്ച പണ്ഡരിപ്പൂർ ഭജന സംഘം. പുട്ടപർത്തിയിൽ
ഗ്രാമീണർ സാധാരണ ഉണരുന്നത് 7 മണി കഴിഞ്ഞാണ്. അങ്ങനെയിരിക്കെ നമ്മുടെ കൊച്ചു സത്യൻ പണ്ഡരി ഭജൻ സംഘം ഉണ്ടാക്കി. ഈശ്വരൻ നയിച്ച ഈശ്വര ഭജന സംഘം. അതോടെ മാറ്റങ്ങളും കണ്ടു തുടങ്ങി. കുട്ടികളെല്ലാം അതിരാവിലെ 5-ന് ഉണരും, കുളിക്കും, പ്രാർത്ഥിക്കും. അവർ ഉച്ചത്തിൽ ഭക്തിപൂർവം ഭജന പാടി നടക്കും. എല്ലാവർക്കും ഭജന കേൾക്കാനും അവർക്കൊപ്പം പാടാനും ഉത്സാഹമായി. സത്യത്തിൽ പർത്തിയിൽ ചിട്ടയോടെ ഈശ്വര സ്മരണ തുടങ്ങിയത് അന്നു മുതലാണ്. താമസിയാതെ അത് അയൽ ഗ്രാമങ്ങളിലേക്കും വ്യാപിച്ചു. അവിടം ദിവ്യ അന്തരീക്ഷമായി. ഗ്രാമീണർ ഈശ്വരനോട് കൂടുതൽ അടുക്കാനായി തുടങ്ങി. കുട്ടി ഭജന സംഘത്തിന്റെ ആനന്ദകരവും നിഷ്കളങ്കവുമായ നാദം കേൾക്കാൻ ആളുകൾ തിങ്ങിക്കൂടി. പുതിയ സ്ഥലങ്ങളിലേക്ക് പണ്ഡരി ഭജന സംഘത്തിനെ ക്ഷണിക്കാൻ തുടങ്ങി. എത്ര വേഗത്തിലാണ് എല്ലാവരും ഈശ്വരനിൽ ആകർഷിക്കപ്പെട്ടത് അല്ലേ? നമുക്കും കൊച്ചു സത്യം ചെയ്ത പോലെ മധുരമായും ആനന്ദമായും ഭഗവത് നാമം പാടി ഭഗവാനുമായി ചേർന്ന് നിൽക്കാം. അതുപോലെ ഓരോ ഭജനയിലും അന്നത്തെ ഗ്രാമീണരുടെ അതേ ആവേശത്തോടെ പങ്കുചേരാം. മാത്രമല്ല, നാം ഓരോരുത്തരും കുടുംബത്തോടൊപ്പം നമ്മുടെ ഭഗവാനുമായി സദാസമയം കൂട്ടുകൂടിയും നാമം ജപിച്ചും ഒട്ടിച്ചേർന്നിരിക്കാം. അത് നമുക്ക് നിത്യജീവിതത്തിൽ ധൈര്യവും സംരക്ഷണവും തരുമെന്നതിൽ സംശയമേ വേണ്ട. ഓരോ മാതാപിതാക്കളും തൻ്റെ കുട്ടികൾ ഭഗവാനുമായി കൂട്ടുകൂടാൻ വിടട്ടെ. ഓരോ കുഞ്ഞും ഓരോ യുവാക്കളും തൻ്റെ മാതാപിതാക്കളുടെ കൈകൾ പിടിച്ച് ഭഗവാനിലേക്ക് അടുക്കട്ടെ. അങ്ങനെ നമുക്കും അന്നത്തെ പർത്തി ഗ്രാമവാസികളെ പോലെ ആനന്ദിക്കാം. സത്യം ബ്രഹ്മ ജ്ഞാനം ബ്രഹ്മ അനന്തം ബ്രഹ്മ സത്യം ജ്ഞാനം